റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന് എഴുന്നേറ്റാ ദുആർക്കാൻ പഠിപ്പിച്ചത്. എന്താ ദുആ? അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമീകായീല വഇസ്റാഫീല فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. ഈ പ്രാർത്ഥന അറിയുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? ആർക്കെങ്കിലും അറിയോ? അറിയുന്ന ആളൊന്ന് കൈവെക്കോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ. നമുക്ക് പറ്റിയ പ്രശ്നം അവിടെയാണ് കൂട്ടരെ. നമ്മൾ അള്ളാഹിനോട് പറയാറില്ല, ചോദിക്കാറില്ല. നമുക്ക് തഖ്വ ഇല്ല. ജീവിതത്തിൻ്റെ പല രംഗങ്ങളിലും തഖ്വ ഉണ്ടായിരുന്നെങ്കിൽ വ്യക്തമായ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നേനെ. നമ്മുടെ ഇടയിൽ വ്യക്തമായ ഒത്തുതീർപ്പും രഞ്ജിപ്പും അല്ലാഹു ഉണ്ടാക്കിയാണ്. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്നറിയോ? അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമീകായീല വഇസ്റാഫീൽ, ഇസ്റാഫീലിന്റെയും ജിബ്രീലിന്റെയും മീകായിലിന്റെയും രക്ഷിതാവായ അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവേ, ആലിമുൽ ഗൈബി വശഹാദ, രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്നവനെ, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അല്ലാഹുവേ നീയാണ് നിന്റെ അടിമകൾക്കിടയിൽ ഭിന്നിപ്പുള്ള കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, നിന്റെ തീർപ്പ് പ്രകാരം സത്യമേതാണോ അതിലേക്ക് നീ എന്നെ നയിക്കണമേ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ ചൊവ്വായ പാതയിലേക്ക് നീ നയിക്കുന്നു റബ്ബേ എന്ന ദുആ. ഈ ദുആ ചൊല്ലണമെങ്കിൽ രാവിലെ തഹജ്ജുദിന് എഴുന്നേക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവണം. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞുള്ള നമ്മുടെ നാട്ടിൽ 2 ആയത്തുകളുടെ സൂറത്തുൽ ആറാഫിൽ അല്ലാഹു പറയാൻ, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതാ വഹും നായിമൂൻ, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ദുഹാ വഹും യൽഅബൂൻ. 2 ആയത്തുകൾ. ഈ 2 ആയത്തുകളെ പണ്ഡിതന്മാർ വിശദീകരിച്ച് എങ്ങനെ അറിയോ? 2 സമയങ്ങളാക്കിയിട്ടാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചത്. ഈ 2 സമയങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? അള്ളാഹുവിന്റെ അദാബ് ഈ ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വന്നിരിക്കുന്നത് ഈ 2 സമയത്താണ്. അതിൽ 1-ാമത്തെ സമയം രാത്രിയുടെ 3-ാം യാമമാണ്. 2-ാമത്തെ സമയം ജീവിത സന്ധാര വേളയിൽ മനുഷ്യൻ ഏറ്റവും തിരക്ക് പിടിച്ചിട്ട് ജീവിക്കുന്ന സമയമാണ്. ദുഹായുടെ സമയമാണ്, പൂർവാഹനത്തിന്റെ സമയമാണ്. ഈ 2 സമയത്തിനും പ്രത്യേകതയുണ്ട്. രാത്രിയുടെ 3-ാം യാമത്തിന്റെ പ്രത്യേകത എന്താണ്? 1-ാമത്തെ ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരികയും റബ്ബ് ചോദിക്കുകയും ചെയ്യുന്ന സന്ദർഭം. എന്താണ് അല്ലാഹു ചോദിക്കുക? എൻ്റെ അടിമകളെ, ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റിനോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നൽകാം. പാപികൾ ഉണ്ടെങ്കിൽ എഴുന്നേൽക്കുക, പശ്ചാത്തപിക്കുക, ഞാൻ പുറത്തു തരാം എന്ന് അല്ലാഹു ചോദിക്കുന്ന സമയം. ഈ സമയത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കള്ളന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ്. അതിന്റെ കാരണം എന്താ അറിയോ? നമ്മുടെ ഉറക്കത്തിൻ്റെ പ്ലഷർ ഫേസ് ഈ സമയത്താണ്. അതായത് ഉറക്കം നാം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന സമയമാണിത്. രാത്രിയുടെ 2 ഭാഗം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ പട്ടികൾ രാത്രി ഉറങ്ങൂല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ ഈ സമയം ആയി കഴിഞ്ഞാൽ അയറ്റ കിടന്നുറങ്ങും. ഭൂരിഭാഗം പട്ടികളും, നന്ന പിരാന്ത് പിടിച്ച പട്ടികളെ ഉറങ്ങാതെക്കുള്ളൂ. ഭൂരിഭാഗം പട്ടികൾ എന്ത് ചെയ്യും? ഈ സമയത്ത് കിടന്നുറങ്ങും. എല്ലാ ജീവികളും ഉറക്കത്തിനൊരു പ്രത്യേക സുഖമുള്ളൊരു സമയമാണ് രാത്രിയുടെ 3-ാമത്തെ. അത് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് എഴുന്നേറ്റ് മൂത്രയ്ക്കാനൊക്കെ പോകണമെങ്കിൽ കണ്ണിങ്ങനെ ഉണ്ടാവുക, മുഴുവനായിട്ട് തുറക്കാൻ കഴിയൂല. അത് പഠനം നടന്ന സംഭവമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉറക്കത്തെ ഇഷ്ടപ്പെടുന്ന, ഉറക്കത്തിൻ്റെ സുഖമുള്ള ഒരു സ്റ്റേജാണ്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് എഴുന്നേൽക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു പ്രയോഗം നിങ്ങൾ കേൾക്കണോ? تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. تتجافى جنوبهم, അവരവരുടെ ശരീരങ്ങളെ പറിച്ചെടുക്കുകയാണ്, അവരവരുടെ തടികളെ പറിച്ചെടുക്കുകയാണ്. അനിൽ മദാജി, അവരുടെ കിടക്കകളിൽ നിന്ന്. യദഊന റബ്ബഹും ഖൗഫൻ വതമഅ,
അല്ലാഹുവിനെ ഭയത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും അവരുടെ ശരീരങ്ങളെ കിടക്കപ്പായിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് വുളു എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വമീകായീല വഇസ്രാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇذنിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹുവേ, നേരായ മാർഗം കാണിച്ചു തരണമേ. ആ സമയത്ത് എഴുന്നേറ്റ് ഈ ഒരു പ്രാർത്ഥന നടത്തണമെങ്കിൽ ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ തഖ്വ ഉണ്ടാകണം. എങ്കിലേ ശരീരം അങ്ങോട്ട് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ തഖ്വ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ഗുണം എന്താണ്? വയജഅൽ ലക്കും ഫുർഖാന, നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാകും.